പ്രായഭേദമന്യേ ഒരു മനുഷ്യനെ രണ്ടക്ഷരം കൊണ്ട് ഒരു ജനത അടയാളപ്പെടുത്തുമ്പോൾ ആ മനുഷ്യൻ നിലകൊള്ളുന്നത് അവരുടെ ഹൃദയത്തിലാണ്. VS എന്ന രണ്ടക്ഷരം കേരളത്തിന്റെ സമരഭൂപടത്തിലെ നാഴികക്കല്ലാണ്. തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. പുന്നപ്ര വയലാർ സമരകാലത്ത് ആളുന്ന തീയായിരുന്നു VS. സമരവും സംഘാടനവും പാർട്ടി നൽകിയ ചുമതലയും. വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദനെ കമ്മ്യൂണിസ്റ്റാക്കാനും തൊഴിലാളി നേതാവാക്കാനും മുൻകൈയെടുത്തത് സഖാവ് കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ളയ്ക്ക് തെറ്റിയില്ല എന്ന് കാലം തെളിയിച്ചു. കേരളത്തിൻ്റെ കണ്ണും കരളുമായി മാറി VS എന്ന രാഷ്ട്രീയ ഇതിഹാസം. ആസ്പിൻ വാൾ എന്ന കയർ കമ്പനിയിലൂടെയാണ് VS എന്ന തൊഴിലാളിയുടെ ഉദയം. തൊഴിൽ കൃത്യമായി എടുക്കുക, വേതനം കൃത്യമായി ചോദിക്കുക, കമ്പനിയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുക. VSന് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യതയുണ്ടായിരുന്നു, കണിശതയുണ്ടായിരുന്നു. സമരസപ്പെടാത്ത സമരങ്ങളായിരുന്നു VSന് ജീവിതം. തെറ്റാണെന്ന് പറയാൻ VS ആരെയും ഭയന്നില്ല. തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പാർട്ടിക്കകത്തും പുറത്തും VS എന്നും സമരം നയിച്ചു. ആശയപരമായ സമരങ്ങൾ പാർട്ടിയിൽ വേണം എന്നതായിരുന്നു എക്കാലത്തും അദ്ദേഹത്തിൻ്റെ നിലപാട്. സാമ്രാജ്യത്വവും ആഗോളവത്കരണവും മൂർച്ഛിക്കുന്ന കാലത്ത് അത് പാർട്ടിയെ ബാധിക്കരുതെന്ന് VS നിലപാടെടുത്തു. സമരത്തിനിറങ്ങുമ്പോൾ പാർട്ടിയുടെ ഭരണഘടനയും നയവും പരിപാടിയും VS മുറുകെ പിടിച്ചു. വാക്കുകൾ VSന് വാളിന് തുല്യമായിരുന്നു. ആ വാളിൻ്റെ മൂർച്ച പലരും മറിഞ്ഞു. രാഷ്ട്രീയ ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചില്ല അദ്ദേഹം. തൻ്റെ നിലപാടിനൊപ്പം മതിയായ രേഖകളും തെളിവുകളുമുണ്ടെന്ന് VS എപ്പോഴും ഉറപ്പിച്ചു. ആ ഉറപ്പിനൊപ്പം VSനൊപ്പം ജനങ്ങൾ നിലകൊണ്ടു. 2006 മുതൽ 2011 വരെയുള്ള മുഖ്യമന്ത്രിയായി മാത്രമല്ല, എക്കാലവും നിയമസഭയിൽ ഓർമ്മിക്കപ്പെടുന്ന പ്രതിപക്ഷ നേതാവാകും അദ്ദേഹം. VS സഭയിൽ ആഞ്ഞടിച്ചു. VS ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ പലർക്കെതിരെയും അന്വേഷണങ്ങളുണ്ടായി. പല വൻമരങ്ങളും കടപുഴകി വീണു. കാത്തു സൂക്ഷിച്ചൊരു കത്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി എന്ന് പറയുന്നത് പോലെ ആണ് കാര്യങ്ങൾ. നീതി നടപ്പാകുന്നതുവരെ നീതിക്ക് വേണ്ടി VS അചഞ്ചലമായി നിലകൊണ്ടു. മതികെട്ടാനിലും പൂയംകുട്ടിയിലും ആഞ്ഞടിച്ച സമരക്കാറ്റായിരുന്നു VS. ഒരു മനുഷ്യൻ തൻ്റെ 78ാം വയസ്സിൽ പ്രകൃതിക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ മതികെട്ടാൻ മല കയറിയത് ഇന്നും ആവേശമാണ്, അത്ഭുതമാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും നെൽവയലുകളുടെ കാര്യത്തിലും VSന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. മണ്ണും മനുഷ്യനും ചൂഷണം നേരിടരുതെന്ന ഉറച്ച നിലപാട്. അതുകൊണ്ട് തന്നെ VS ഏറ്റെടുക്കുന്ന സമരങ്ങൾ ജനകീയ സമരങ്ങളായി മാറി. VSന് പിന്നിൽ കരുത്തായി ഒരു ജനസഞ്ചയം രൂപപ്പെട്ടു. കയർ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ചെത്തുതൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും ഒപ്പം വളർന്ന VS എല്ലാ കാലത്തും തൊഴിലാളി പക്ഷത്ത് നിലകൊണ്ടു. തൊഴിലാളി പ്രശ്നങ്ങൾ തീർപ്പാക്കുക സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് VS എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തി. ശാരീരിക അവശതകൾക്ക് പോലും VSനെ തളർത്താനായില്ല. അദ്ദേഹം ഒരു മെഡിക്കൽ മിറാക്കിളായി മാറി എന്നത് കാലം തെളിയിച്ച യാഥാർത്ഥ്യം. കടലിൽ തിരകൾ അവസാനിക്കില്ല. തീരം തൊട്ടുമടങ്ങിയാലും തിരകൾ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. ആഴമേറിയ, എപ്പോഴും ശക്തമായി തിരയടിച്ച സമരക്കടലായിരുന്നു VS. തലമുറകൾ VSനെ നെഞ്ചിലേറ്റി. കണ്ണേ കരളേ എന്ന് ആർത്തു വിളിച്ചു. പ്രതീക്ഷയോടെ ആളുകൾ VS എന്ന ശരിക്കൊപ്പം നിലകൊണ്ടു. ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. VS ഇല്ലാതാകുന്നില്ല. ആ സമരജ്വാല വരും തലമുറയ്ക്ക് ആവേശമാകും. എക്കാലത്തും VS അമരനാകും. കേരളക്കരയുടെ കണ്ണും കരളുമായി മാറിയ VSന് അന്ത്യാഭിവാദ്യങ്ങൾ. ഗുഡ് ബൈ.